2007 എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അവൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം ഡോക്ടർ അന്നേരം ഇങ്ങനെ വിളിച്ച് അന്നേരം ഇങ്ങനെ പറഞ്ഞു, അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങൾ ഇത്ര ഇത് കണ്ടുപിടിച്ചല്ലോ, അതിൽ ഞങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. കാരണം ഒരു ബയോപ്സി ചെയ്തിട്ടത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അന്ന് പെട്ടെന്ന് കേട്ടപ്പം ഏതൊരാളെയും പോലെ ഞാനും ഒന്ന് ഞെട്ടി. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇന്നയാണ് ട്രീറ്റ്മെൻറ്റ്, ഇത് ആദ്യം ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ കീമോ ചെയ്യണം. ഡോക്ടറാണെങ്കിലും വളരെ ഇതായിട്ട് വേദന, പിന്നെ നല്ല മുടിയുണ്ടായിരുന്നു, പറഞ്ഞു ഈ മുടിയൊക്കെ അങ്ങ് പോകും, പക്ഷേ അതുപോലെ തന്നെ അതിങ്ങ് വരും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ ഇത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് എന്നെ കഴിഞ്ഞും കൂടുതൽ എൻ്റെ വീട്ടുകാരെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു വന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവ്, മക്കൾ, മോൻ 10th കഴിഞ്ഞതേ ഉള്ളൂ, മോളൊന്ന് 3ാം ക്ലാസ്സിലാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെന്നൊരു 90 വയസ്സ് എത്തി നിൽക്കുന്നു. വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. അതിലേറ്റവും ഇളയത് എല്ലാവരുടെയും പെറ്റായിട്ട് വളർന്നു വന്നു. അപ്പോൾ ഇവരൊക്കെ ഇതെങ്ങനെ സഹിക്കും എന്നുള്ളതൊരിതായിരുന്നു. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ പാരിഷ് പ്രീസ്റ്റ് പിന്നെ അഗസ്റ്റിൻ നിലയ്ക്കപ്പള്ളി അച്ഛൻ വന്ന് ശരിക്കും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും നല്ല ധൈര്യമായത്. അന്ന് വൈകിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കിടക്കുമ്പോൾ അപ്പം ചേട്ടയുടെ ഞാൻ പറഞ്ഞു, പിന്നെ ഇനി നിങ്ങൾ കരയുന്നതൊക്കെ അറിഞ്ഞു, ഞാൻ കരയത്തില്ല, എനിക്ക് ശരിക്കും ബോധ്യമുണ്ട്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഞാനിങ്ങനെ മലബാറിലുണ്ട് ഒരു പിന്നെ തേജസ് എന്ന് പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ രോഗികളുടെ ഒരു സംഘടന. അപ്പോൾ അതിൽ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ ഓരോ ക്യാമ്പുകൾ വെക്കും, ഡോക്ടർമാരുണ്ട്. അന്നേരം ക്യാമ്പിന് പോകുമ്പം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയും. അന്നേരം പലരും പലതൊന്നും പറഞ്ഞിട്ടുണ്ട്, ഈ ഡോക്ടർമാർ പറഞ്ഞതിൽ നിങ്ങളുടെ വാക്കുകളാകട്ടെ ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ അതാണ്. അതിനെന്ന് വെച്ചാൽ ഞാൻ ഓർക്കാം, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മോള് ചെറുതായിരുന്നു, അപ്പോൾ അംഗൻവാടിയിൽ ഒരു ക്ലാസ് വന്നു ഈ ക്യാൻസറിനെ കുറിച്ച് തന്നെ. ഇവരിതെല്ലാം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ വളരെ കൂളായിട്ട് ക്യാൻസറോ, എനിക്ക് നമുക്കൊന്നും വരുന്ന രോഗമല്ലിത്, ആ ചിന്താഗതിയിൽ ഇരുന്നതായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എനിക്ക് ആർക്കും ഏത് സമയത്തും വരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ അത് പുറത്ത് പറയാനായിട്ട് കൂടുതലും മടിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഹെറിഡിറ്ററി ആണെന്ന് പറയുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ കുറച്ച് മടിക്കുന്നുണ്ട് പറയാനായിട്ട്. പക്ഷേ അതും എല്ലാം നമ്മൾ ദൈവത്തിൽ വിട്ടിട്ടാണെന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അപ്പോൾ അവരുടെ മക്കൾക്ക് വന്നാലും ഒന്നോർത്ത് പുറകോട്ട് സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് അതാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇത് ഏത് സമയത്തും ആർക്ക് വേണേലും വരാം. പിന്നെ ക്യാൻസർ വന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതുകൂടെ പറയാനുണ്ട് രോഗികളുടെ. അപ്പോൾ അവരുടെ മക്കൾക്കുണ്ടാകും എന്നോർത്തുകൊണ്ട് പേടിച്ചാരും അവരെ സ്വീകരിക്കാതിരിക്കരുത്. കാരണം ഇത് എപ്പോഴും ഏത് സമയത്ത് വേണേലും വരാമെന്നാണ്. എന്നെ സംബന്ധിച്ച് ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഹെറിഡിറ്ററി പറഞ്ഞപ്പോൾ ഒരു 4-5 തലമുറ പുറകോട്ട് നോക്കി, ആർക്കും ഇല്ല, ആദ്യമായിട്ട് എനിക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഹെറിഡിറ്ററി അല്ലാതെയും വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് എന്നാന്ന് വെച്ചാൽ എൻ്റെ നേച്ചർ തന്നെ ഇതായിരുന്നു, ഞാൻ എന്തും പോസിറ്റീവായിട്ട് എടുക്കുമായിരുന്നു. ഒന്നും അങ്ങനെ ഒരു നിമിഷം ഞാനൊന്ന് വിഷമിച്ചാലും ശരി, പിന്നീട് അതിനെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു.